ഈ 11 പേരും 2022 ഓഗസ്റ്റ് 15 മുതൽ ഒരു നിയമപരമായി പിൻബലമില്ലാത്ത ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാകത്തിൽ തീരുമാനമെടുത്ത ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് ചെയ്തത്, അധികാര ദുർവിനിയോഗം നടത്തുകയാണ് ചെയ്തത് എന്ന് സുപ്രീം കോടതി പറയുന്നു. അതുമാത്രമല്ല, ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് പ്രതികൾക്ക് സഹായം ലഭിക്കാൻ പാകത്തിൽ ഗുജറാത്ത് സർക്കാർ പ്രവർത്തിച്ചു എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി ഗുജറാത്ത് സർക്കാർ നിലപാടെടുക്കും, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പാകത്തിൽ ഗുജറാത്ത് സർക്കാർ പ്രവർത്തിക്കും എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് ഈ കേസിൻ്റെ വിചാരണ ഗുജറാത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഏത് വിധത്തിലാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഗുജറാത്തിലെ BJP സർക്കാർ ഈ പ്രതികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചത് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു.